അപ്പോൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒന്നിൽ കൂടുതൽ പോയിന്റ് ലോഡ് വരാൻ പോകും. ഞാൻ ഫ്രീ എൻഡിൽ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടേക്ക് മാറി ഒരു ലോഡ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മാറി ഒരു ലോഡ് എടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊസിഷൻസ് അവർ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടാവും. ഫ്രീ എൻഡിൽ നിന്ന് ഈ ദൂരം എ ആയിരിക്കും, അതേപോലെ ഈ ദൂരം ബിയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഈ കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വരയ്ക്കാൻ പോകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നേരത്തെ പോലെ ഇവിടെ ആക്സിസ് ഒരു ഡോട്ടർ ലൈൻ താഴത്തേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എക്സാമിന് എഴുതണം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. മാറ്റി തിരിച്ചെഴുതും. ഈ ബീമിൻ്റെ താഴെ തന്നെ ആയിരിക്കും എപ്പോഴും കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് സംഭവം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഒരു എക്സ് ആക്സിസ് വരച്ചു. അപ്പോൾ നോക്കാം ബെൻഡിങ് മൊമെൻ്റ് ആയാലും വരയ്ക്കാൻ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് F=1 ന്യൂട്ടൺ ഉണ്ട്. ഇത് F=2 ന്യൂട്ടനാണ്. ഇത് F=3 ന്യൂട്ടനാണ്. പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒരു 1 ന്യൂട്ടനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 0 നിന്ന് വരയ്ക്കും 1 ന്യൂട്ടനിലേക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ന്യൂട്ടൺ തന്നെ. അതായത് ഈ ഒരു സ്പാനിൽ ഇത്രയും ഗ്യാപ്പിൽ ഏത് സെക്ഷൻ എടുത്ത് നോക്കിയാലും എന്തേ ഉള്ളൂ 1 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വരച്ചുകൂടെ. ഇവിടെ മേലെ വരയ്ക്കാമല്ലോ. ഇവിടെ മേലെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ പറ്റും. ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരെ വയ്ക്കാൻ പറ്റും. ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ആ സെക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നു, അടുത്തൊരു 2 ന്യൂട്ടൺ ഫോഴ്സ് വരും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ന്യൂട്ടനും ഉണ്ട്, 1 ന്യൂട്ടനും ഉണ്ട്. ടോട്ടൽ എത്ര വരും, 3 ന്യൂട്ടൺ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ മുകളിലോട്ടൊരു ജമ്പ് കൊടുക്കുക, 3 ന്യൂട്ടനോ. ക്ലിയർ? ഇനി അത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്യും, ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്തില്ലേ. കാരണം ഈ സ്പാനിൽ വേറെ ഫോഴ്സുകളൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ, ഇതുമേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഒക്കെ എന്താ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ന്യൂട്ടനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും. കാര്യം ദർ ഇസ് നോ ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ, ഷിയർ ഫോഴ്സിന് മാറ്റം വരുന്നില്ല. ഇവിടെ മേലെ വരയ്ക്കാം. ക്ലിയർ? അത് കഴിയുമ്പോൾ എന്ത് പറ്റും, വീണ്ടും ഈ സെക്ഷൻ ഒരു വീണ്ടും 3 ന്യൂട്ടൺ വരിക. അപ്പോൾ ടോട്ടൽ 6 ന്യൂട്ടൺ ആവത്തില്ലേ. അപ്പോൾ നമുക്കത് കറക്റ്റാക്കാൻ വേണ്ടി താഴോട്ട് വയ്ക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫോഴ്സ് 6 ന്യൂട്ടൺ ആയിട്ട് മാറും. ക്ലിയർ? പിന്നെ പഴയ പോലെ നോ ചേഞ്ച് അപ് ടു എൻഡ് പോയിന്റ്. ഇവിടെ മേലെ എങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യണം 1 ന്യൂട്ടൺ, ഇവിടെ 3 ന്യൂട്ടൺ, ഇവിടെ 6 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എൻ്റെ വേരിയേഷൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഡോട്ടർ ലൈൻ വരച്ചാൽ നമുക്ക് കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും എവിടെയാണ് ആ ജമ്പ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അപ് ടു ദിസ് പോയിന്റ് 6 ന്യൂട്ടൺ ആയിരിക്കും ഉണ്ടാവും. സോ ദിസ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദിസ് കേസ്. അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഉറപ്പായിട്ടും ക്ലോസ്ഡ് ആയിരിക്കും. എന്താ, ഈ പോയിന്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യും 0. കാര്യം അവിടെ എന്തുണ്ടാവും, ഇവിടുന്ന് റിയാക്ഷൻ ഉണ്ടാവത്തില്ല. ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, 6 ന്യൂട്ടൺ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ. ക്ലിയർ? ശരി. ഇനി അടുത്ത് നമുക്ക് എന്ത് വരയ്ക്കാം, ഇതേപോലെ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വരയ്ക്കാം. ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ശരി. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, ഞാനിവിടെ ആദ്യം ഒരു സെക്ഷൻ എടുക്കാം, സെക്ഷൻ 1. ക്ലിയർ? ഞാൻ ബാക്കി ഇതങ്ങ് റബ്ബ് ചെയ്യാണ്. ഓക്കെ. ഈ സെക്ഷൻ 1 എടുക്കുകയാണ്. അത് എത്ര ദൂരെയാണ്, എക്സ് ദൂരെയാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സ് 1 ന്യൂട്ടൺ ഇൻറ്റു എക്സ് ആയിരിക്കത്തില്ലേ. ആണോ? ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എക്സ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ 0 ആയിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ ഈ പോയിന്റ് വരെ ഇവിടെ മേലെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. സെയിം ഇക്വേഷൻ ഇങ്ങനെ തന്നെ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ കഴിഞ്ഞുള്ള കാര്യം നിങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ സെക്ഷൻ എടുക്കുക, അതും ഞാൻ എക്സ് ദൂരെയാണെന്ന് പറയാം. ഓക്കെ, ഈ സെക്ഷൻ എടുക്കാം, എക്സ് ദൂരെയാണ് നമ്മുടെ ഫ്രീ എൻഡിൽ നിന്ന്. അപ്പോൾ അത് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റുകൾ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ 2. ഞാൻ സെക്ഷൻ 2 എന്ന് വിളിക്കാം. ഇവിടെ ആരൊക്കെ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും, 1 ന്യൂട്ടൺ കാരണമുള്ളയും 2 ന്യൂട്ടൺ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവത്തില്ലേ. 1 ന്യൂട്ടൺ കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്താ, 1 ഇൻറ്റു എക്സ് എഴുതിയാൽ മതി. കാര്യം നമ്മുടെ സെക്ഷനിൽ നിന്ന് എത്ര ദൂരെയാണ്, എക്സ് ദൂരെയാണ്, കൊണ്ട് 1 ഇൻറ്റു എക്സ് എഴുതി. ഇനി അടുത്ത ഫോഴ്സ് എടുക്കാൻ പോകാം, നമ്മുടെ 2 ന്യൂട്ടൺ ഫോഴ്സ് ഇതാ ഇവിടെ ആക്ട് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ എക്സ് ദൂരെയാണോ, എക്സ് ദൂരം എന്ന് പറയുന്നത് ഇവിടെ മേലെ ഫ്രീ എൻഡ് വരെയുള്ള ദൂരം അല്ലേ. അതാണ് 1 ന്യൂട്ടൺ ഇൻറ്റു എക്സ് നമ്മൾ എഴുതിയത്. പക്ഷേ 3 ന്യൂട്ടൺ അത്രയും ദൂരമാണോ, അല്ല. അതായത് എക്സ് ഉണ്ടെങ്കിൽ ഈ ദൂരം നമുക്കറിയാം, എ ആണ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത് എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3 ഇൻറ്റു എന്ത് എഴുതാം, എക്സ് മൈനസ് എ എഴുതിയാൽ പോരെ. എക്സോളം ദൂരെയാണോ, അല്ല, എക്സ് മൈനസ് എ ദൂരമേ ഉള്ളൂ. കിട്ടിയോ? 3 ന്യൂട്ടൺ ഉണ്ടാവും, 2 ന്യൂട്ടൺ അല്ലേ എക്സ് മൈനസ് എ ദൂരം. സോറി, ഇവിടെ 2 ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 2 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 2 ഇൻറ്റു എക്സ് മൈനസ് എ. കിട്ടിയോ? ശരി. ഇനി അടുത്ത കേസിലേക്ക് നമ്മൾ ഇവിടേക്ക് വരാൻ പോവാം. ഈ സെക്ഷൻ എടുക്കാം. അതും എത്ര ദൂരെയാണ് ഫ്രീ എൻഡിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞ് എടുക്കാൻ പോവാണ്. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് സെക്ഷൻ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 × x ഉണ്ടാവും. പിന്നെ 2 ന്യൂട്ടൺ എത്ര ദൂരെയാണ്? എക്സ് ദൂരെയാണോ? അല്ല, എക്സ് മൈനസ് എ ദൂരെയാണ്. ഇനി ഈ ദൂരം ഞാൻ 3 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇതാ ഇത്രയും ഈ ദൂരം എടുത്തത് അല്ലേ? ഈ ദൂരം ബി ആയിരുന്നു അല്ലേ? ഞാൻ തന്നെ ബി എന്നായിരുന്നു എടുക്കുന്നത് ദൂരം. അങ്ങനെയാണെങ്കിൽ 3 ന്യൂട്ടൻ്റെ മൊമെൻ്റ് എന്തായിരിക്കും? എക്സ് മൈനസ് എ മൈനസ് ബി ആയിരിക്കത്തില്ലേ? എ ദൂരവും കുറച്ച് കാണണം, ബി ദൂരവും കുറച്ച് കാണണം. ബാക്കി ദൂരത്തിൽ എന്തുള്ളൂ? നമ്മുടെ 3 ന്യൂട്ടൺ മൊമെൻറ്റ് കൊടുക്കുന്നുള്ളൂ. മനസ്സിലായോ? ബെൻഡിങ് മൊമെൻറ്റുമാണ്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ ഇക്വേഷൻ, അപ്പം ഒറ്റ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കളയരുത്, മാറ്റി മാറ്റി വരണം. കാര്യം പലതിനും പല സ്ലോപ്പാണ്. പിടിയോ? അപ്പോൾ നമുക്ക് എഴുതാം ബെൻഡിങ് മൊമെൻറ്റ്. ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എ ദൂരമായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് 1 × a എന്ന് എഴുതാം. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് വരുമ്പോഴത്തെ എക്സിൻ്റെ വാല്യൂ എത്രയായി മാറും? a + b ആയി മാറും അല്ലേ? അല്ല, എവിടെയല്ലോ ഞാൻ വരച്ചത്. ഞാൻ ജസ്റ്റ് വരച്ച് ഒന്നും കൂടെ മാറ്റി വരയ്ക്കുകയാണ്. നമ്മുടെ ലൈൻ ഇങ്ങനെ വരും. ഈ പോയിന്റ് വരെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ വരും. അടുത്തത് ഈ പോയിന്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ മതി. അവിടെ ഒരു ഡോട്ടർ ലൈൻ ഡ്രോപ്പ് ചെയ്താൽ മതി. എളുപ്പം ഇങ്ങനെ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ. ഈ അടുത്ത ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് ഈ പോയിന്റ് ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ വാല്യൂ എടുക്കും. ഇവിടെ എന്ത് വരും? 1 × a എഴുതാം. ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ ഇക്വേഷൻ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ എക്സിൻ്റെ വരും എത്ര? a + b അല്ലേ? ഇവിടെ എന്ത് വരും? a + b വരും പ്ലസ് 2 × a + b മൈനസ് a വരും. a കട്ട് ചെയ്യുമ്പോൾ അപ്പം a + b + 2b വരും. ഇങ്ങനെ എഴുതി വരും. ഓക്കെ. നമുക്കൊരു ഇക്വേഷൻ ഒരു ന്യൂമറിക്കൽ വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലാവും. ഓക്കെ. ഇങ്ങനെ കാര്യം മനസ്സിലാവും.